പൈസ ഫൈക്കാർ എല്ലാ കാര്യങ്ങളും ഇവന് മനസ്സിലാക്കണമെന്നില്ലല്ലോ. നമുക്ക് നാളെ അവരെ മനസ്സിലാപ്പിക്കാം. അല്ല, അവരെന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് അറിയില്ല. അവർ തെറ്റായി മനസ്സിലാക്കിയിരിക്കുന്നുണ്ടായിരിക്കും അവർ സമരം ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണല്ലോ ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിൽ നിന്ന് വാഹനമായിട്ട് ഇറങ്ങിയപ്പോൾ 10 വരെ ഉള്ളവർ. അപ്പോൾ ഒരു പത്രക്കാരൻ ചോദിച്ചു, ഈ അത്യുജ്വല സമരത്തെ സംബന്ധിച്ചുള്ള എന്താ പറയാനുള്ളത്? 10,000 പേരുണ്ടായിരുന്നെങ്കിൽ ഒരു അത്യുജ്വല സമരമാണെന്ന് പറയാമായിരുന്നു. 10 പേർക്കൊരു അത്യുജ്വല സമരമാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പം ഞാനത് അവരോടൊന്നും പോലീസിനോട് പോലും ഒരു ഡയറക്ഷൻ കൊടുത്തില്ല. അവരെല്ലാം KSUവിൻ്റെ ജില്ലാ ഭാരവാഹികളും ഒക്കെ അല്ലേ സമരം ചെയ്തൊക്കെ പഠിച്ച് വരട്ടെ എന്ന്. ഇങ്ങനെയൊക്കെയല്ലേ അവർ പഠിച്ച കാര്യങ്ങൾ വരാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് പൊതുവിദ്യാഭ്യാസ മേഖല കുറ്റമറ്റതായി വളരെ നന്നായി തന്നെ ഇപ്പോൾ പോവുകയാണ്. അപ്പം അതുകൊണ്ട് ഒരു പ്രത്യേക ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അതിൽ നിന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് പിന്മാറണം എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ വിദ്യാർത്ഥി സംഘടനകൾ സമരത്തിൽ നിന്ന് പിന്മാറി നമുക്ക് ഒരു മേശയ്ക്ക് ചുറ്റും സംസാരിക്കണം. ഞാനും വിദ്യാർത്ഥി സംഘടന നേതാവായിരുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് വിദ്യാർത്ഥി സംഘടന നേതാക്കന്മാരുടെ ഒരു വികാരമൊക്കെ എനിക്ക് മനസ്സിലാവും. ഞാനും 2 പ്രാവശ്യം SFIയുടെ സംസ്ഥാന പ്രസിഡന്റും 1 പ്രാവശ്യം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളാണ്. അപ്പോൾ ഇതുപോലെ സമരവും അതുപോലെ ചർച്ചയ്ക്കും സെക്രട്ടറിയുടെ മുന്നിലെ നിരാഹാരത്തിനും ഒക്കെ തന്നെ ഒരുപാട് പോയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഉണ്ടാകുന്ന ആവശ്യങ്ങൾ, അവരുടെ വികാരം എന്താണെന്ന് മനസ്സിലാവും. അപ്പം അതുകൊണ്ടാണല്ലോ ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിൽ നിന്ന് വാഹനമായിട്ട് ഇറങ്ങിയപ്പോൾ 10 വരെ ഉള്ളവർ. അപ്പോൾ ഒരു പത്രക്കാരൻ ചോദിച്ചു, ഈ അത്യുജ്വല സമരത്തെ സംബന്ധിച്ചുള്ള എന്താ പറയാനുള്ളത്? 10,000 പേരുണ്ടായിരുന്നെങ്കിൽ ഒരു അത്യുജ്വല സമരമാണെന്ന് പറയാമായിരുന്നു. 10 പേർക്കൊരു അത്യുജ്വല സമരമാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പം ഞാനത് അവരോടൊന്നും പോലീസിനോട് പോലും ഒരു ഡയറക്ഷൻ കൊടുത്തില്ല. അവരെല്ലാം KSUവിൻ്റെ ജില്ലാ ഭാരവാഹികളും ഒക്കെ അല്ലേ സമരം ചെയ്തൊക്കെ പഠിച്ച് വരട്ടെ എന്ന്. ഇങ്ങനെയൊക്കെയല്ലേ അവർ പഠിച്ച കാര്യങ്ങൾ വരാൻ പറ്റുള്ളൂ. അതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പൈസ ഫൈക്കാർ എല്ലാ കാര്യങ്ങളും ഇവന് മനസ്സിലാക്കണമെന്നില്ലല്ലോ. നമുക്ക് നാളെ അവരെ മനസ്സിലാപ്പിക്കാം. അല്ല, അവരെന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് അറിയില്ല. അവർ തെറ്റായി മനസ്സിലാക്കിയിരിക്കുന്നുണ്ടായിരിക്കും അവർ സമരം ചെയ്യുന്നത്.